ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യു വാച്ചിങ് ഫോർ ഗോൾ ലൈൻ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കേട്ടിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഒരു 2-3 ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ നല്ല ത്രില്ലിലാണ് നിൽക്കുന്നത്, നല്ല കിഡില ആവേശത്തിലാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്യൂറൻഡ് കപ്പിലെ നമ്മളെ മിന്നും വിജയങ്ങളാണ്. 8-0, 7-0, പിന്നെ 1-1. സോ അതാരും വിഷയമാക്കണില്ല. ഈ 8-0, 7-0 നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഡ്യൂറൻഡ് കപ്പിനെയും ISLനെയും ഒന്ന് ഇതാക്കി നോക്കുകയാണ്, യോജിപ്പിച്ച് നോക്കുകയാണ്. കാരണം ഡ്യൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന കളി ഒരിക്കലും ISLൽ കളിക്കരുത് എന്നായിരിക്കും ഒരു മുഴുനീള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഏറുന്നുണ്ട് ഡ്യൂറൻഡ് കപ്പിലെ ചില മത്സരങ്ങളിൽ. ഇപ്പോൾ അവസാനത്തെ മത്സരത്തിലാണെങ്കിലും സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മളൊന്ന് കുടുങ്ങിയിട്ടുണ്ട്, അതായത് നമ്മളൊന്ന് പെട്ടിട്ടുണ്ട് ആ മത്സരത്തിൽ. 7-0 എന്ന് പറയുന്ന ആ ഒരു ഗോൾ ലൈന് വിജയിച്ചിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കിയവർക്ക് അറിയാം കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ മുംബൈ സിറ്റി FC അതുപോലെ തന്നെ അവസാനത്തെ ആ ഒരു മത്സരം 8-0, 7-0 എന്ന നിലയിലാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്. മറ്റൊരു മത്സരം, അതായത് പഞ്ചാബ് FCക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ 1-1 എന്ന് പറയുന്ന ആ ഒരു സമനിലയിലാണ് നമ്മൾ ആ ഒരു മത്സരം അവസാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ട് ടീമും സ്ട്രെങ്ത് ആയിരുന്നു. അതായത് പഞ്ചാബ് FCയുടെ A ടീമാണ് അവിടെ കളിച്ചിട്ടുള്ളത്. മറ്റുണ്ട് വലിയ രീതിയിലുള്ള ആർമാദങ്ങൾക്ക് മുതിരരുത് എന്നാണ് ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ISLലേക്ക് വരാം. ഇപ്പോഴും ഡ്യൂറൻഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് നല്ല രീതിയിൽ വീക്കാണ്. സോ ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ കോയ്ഫ് എന്ന് പറയുന്ന ആ താരം ഡിഫൻസ് ലൈനിലേക്ക് വരാനുണ്ടല്ലോ എന്നായിരിക്കും. സോ വന്നു കഴിഞ്ഞാലും ആദ്യ 2-3 മത്സരങ്ങളിൽ ഒന്ന് ഇണ ചേരാനായിട്ട് താരം കുറച്ച് പാടുപെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്നിട്ടുള്ള പല താരങ്ങളും അങ്ങനെ തന്നെയാണ് ആയിട്ടുള്ളതും. സോ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതല്ലെങ്കിൽ ഇനി വരുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുമ്പിലുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന ഡ്യൂറൻഡ് കപ്പിലെ ഓരോ മത്സരങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും നമ്മൾ കളിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിധി നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. ISLലേക്ക് പന്ത് തട്ടാൻ ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഡ്യൂറൻഡ് കപ്പിലെ അവസാനഘട്ട ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളാണ് ഇനി കടന്നു വരാനായിട്ടിരിക്കുന്നത്. സോ സ്വാഭാവികം നമ്മൾ ഫൈനലിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തോടു കൂടി, അതായത് ഈ ഒരു കളിയോട് കൂടി തന്നെ ആരാധകർ കുറച്ചുകൂടെ സാറ്റിസ്ഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ മറ്റൊരു വഴിക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ISLലേക്ക് എത്തുമ്പോൾ പല താരങ്ങളും പല രീതിയിലും ഫോം ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ അഡ്രിയാൻ ലൂണയുടെ ഫോം ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനി എങ്ങനെയായിരിക്കും ISLൽ നമ്മളെ ബാധിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് തന്നെ അറിയണം. ഇനി നമുക്ക് വരാനുള്ള ഒരു സ്ട്രൈക്കർ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്തെങ്ങാനും നടത്തി ഡ്യൂറൻഡ് കപ്പിലെ ചില മത്സരങ്ങൾ കളിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇണചേരലുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ അവസാന മത്സരത്തിലേക്ക് ഫെഡോർ വന്നതിന് ശേഷം ഏകദേശം ഒരു 5-6 മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് താരം ടീമുമായിട്ടൊന്ന് സെറ്റായി വരുന്നത്. സോ അതുപോലെ ഒരു 5-6 മത്സരങ്ങൾക്ക് ശേഷം സെറ്റാവുന്ന ഒരു സ്ട്രൈക്കർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നേരത്തെ സൈനിങ് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ISL എന്ന് പറയുന്നത് കുറച്ച് ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ മത്സരത്തിൽ, അതായത് ഈ സീസണിൽ വരാനായിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈസ്റ്റ് ബംഗാൾ ആൻഡ് മോഹൻ ബഗാൻ, അതുപോലെ തന്നെ FC ഗോവ, മുംബൈ സിറ്റി FC ഇവരൊക്കെ നല്ല കിഡിലൻ ടീമായിട്ടാണ് ISLലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ള ടീമുകളോടൊക്കെ പൊരുതി നേടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മത്സരങ്ങൾ ബെറ്റർ ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഏറെക്കുറെ നല്ല ഫോമിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ പ്രത്യേകിച്ചും ഐമൻ ആൻഡ് അസർ, സഹീഫ് ഇങ്ങനെയുള്ള പല താരങ്ങളും നല്ല രീതിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ISLും അതുപോലെ തന്നെ ഡ്യൂറൻഡ് കപ്പും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഡാനിഷ് ഫാറൂഖിൻ്റെ കളി മാത്രം ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പുള്ളിക്കാരൻ്റെ കളി എന്ന് പറയുന്നത് മത്സരത്തിൽ എല്ലാവരും പുകഴ്ത്തപ്പെട്ട കളിയാണ് ഡാനിഷ് ഫാറൂഖിൻ്റെ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വൈകിപ്പോയി. അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഒരിക്കലും ISLൽ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് കുറച്ചുകൂടെ ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളിൽ, അതായത് ഇന്ത്യൻ താരങ്ങളുടെ ക്ലബ്ബുകളിൽ ഒന്നാണ് നമ്മളത്, യുവതാരങ്ങളുള്ള ക്ലബ്ബാണ്. സോ എന്താണ് നിങ്ങളുടെ ISL ആൻഡ് ഡ്യൂറൻഡ് കപ്പ് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിലക്കണം കൂടി എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോട്ടാം.